ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അങ്ങനെ ഗൈസ്, ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നാണ് ആ ദിവസം. ആ ഒരു ഷീറ്റ് കണ്ടോ? ആ ഷീറ്റിൻ്റെ ബാക്കിലാണ് നമ്മുടെ ബ്രാൻഡ് ഉള്ളത്. അത് ഞാൻ അവിടുന്ന് കാണിച്ചു തരുള്ളൂ. ഇപ്പോൾ അതിൽ വെൽക്കം ടു വെഡ്ഡിങ് എന്നൊക്കെ കാണാം. പക്ഷെ അത് ഞാൻ നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങനെ എടുത്തു പോകുന്നതാണ്. അത് കയറി കളഞ്ഞൊന്നുമില്ല. അതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ പേരുള്ളത്. അപ്പോൾ എന്തായാലും ബ്രാൻഡിൻ്റെ പേര് റിവീലിംഗ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മുടെ ബ്രാൻഡിൽ ഇറക്കാനുള്ള കോസ്റ്റ്യൂംസ്, അതായത് ഡ്രസ്സ് ഉണ്ട്, ക്ലോത്തിങ് ഉണ്ട്. അപ്പോൾ അതും ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഈ ഒരു ഓണ്ടർപ്രണറാണ് നടന്നു വരുന്നത്. അതായത് നിങ്ങളെ മുതലാളിയാണ് നടന്നു വരുന്നത്. നിങ്ങളൊക്കെ സൈഡായിട്ടോ. സിനു മാത്രമല്ല അതിൽ ഓണ്ടർപ്രണർ, രണ്ടാൾ പാടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ ഈ വീഡിയോയിലില്ല. ഇൻഷാ അല്ലാ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോയിലായിട്ട് അവരെ കാണിക്കാം. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള എന്ത് നടക്കാൻ പോവാണ്? ഓപ്പണിങ് അല്ലേ? അങ്ങനെ ഗ്രാൻഡായിട്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടുള്ള കട ഉദ്ഘാടനമോ കാര്യങ്ങളോ അല്ല. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓൺലൈനിലാണ്. ഓൺലൈന് മീൻസ് ഇത് നമ്മൾ പുതിയ ഓൺ സ്റ്റിച്ചിങ് ആവുകൊണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കണം, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ഷോപ്പ് ഇടുന്നതിലുപരി ഇത് പ്രേക്ഷകരിലോട്ട് എത്തിച്ചതിന് ശേഷം ഷോപ്പിലോട്ട് കിടക്കാമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. എന്തായാലും നമ്മുടെ വേറെ നിങ്ങൾക്കൊന്ന് കാണിച്ചിട്ട്, നിങ്ങൾ ഇവിടെ ഇട്ട ഡ്രസ്സ് കണ്ടോ? അപ്പോൾ പിന്നെ ഇതിട്ട എന്താ ഇടുന്ന ഡ്രസ്സാണ്. അതായത് പക്കാ കാഷ്വലായിട്ട് ഒന്ന് തിരി കല്ലും മുത്തും വർക്കൊന്നും ഇല്ലാതെ എല്ലാവരും പെരുന്നാൾക്ക് എന്താ ചെയ്യുക? പെരുന്നാൾക്ക് നല്ല ഡ്രസ്സുകൾ എടുക്കും. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് മോശം എന്നുള്ളതല്ല, പക്ഷേ നമ്മുടെ ഡ്രസ്സ് എന്തിനു ഭരിക്കാമെന്നറിയോ? പെരുന്നാൾ കഴിഞ്ഞാലും എന്താവശ്യങ്ങൾക്കും നിങ്ങൾക്ക് പർദ്ദ യൂസ് ചെയ്യുന്ന പോലെ സിമ്പിളായിട്ട് നല്ല അടിപൊളിയായിട്ട് കാഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചിങ്ങിലാണ് ചെയ്തിട്ടുള്ളത്. ഏത് ഷാളും നിങ്ങൾക്ക് സൂട്ടബിൾ, കാരണം കുറേ പ്രിൻ്റോ വർക്കൊന്നും ഇല്ലാതെ പക്ക പ്രീമിയം ആയിട്ട് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അവിടുന്ന് കാണാം, അവിടുന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാൻഡിലെ ആദ്യ ഡ്രസ്സ് സിനു ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഒന്നിട്ട് തിരി. അപ്പോൾ മോഡൽ സിനു തന്നെയാണ്, കണ്ടില്ലേ? നല്ല രസമുണ്ട്, നല്ല കംഫേർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ലോഞ്ചിങ്ങിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും അതുണ്ടോ ബാക്കിൽ മൊത്തം നിറച്ച് ഒരു എന്താണ് 2 ഫ്രെയിം പോലെ ഒരു സാധനം വെച്ച് അതിൽ നമ്മളിപ്പോൾ കണ്ട ഷീറ്റ് വെക്കും. അതിൻ്റെ ബാക്കിലാണ് നമ്മുടെ പേരുള്ളത്. അപ്പോൾ ഈ ഒരു തുണി ഇങ്ങനെ വെക്കുമ്പോൾ ആ തുണി ഇങ്ങനെ താഴ്ത്തുമ്പോൾ എന്താണ് നമ്മുടെ ബ്രാൻഡ് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ കുറേ പേര് ബ്രാൻഡിൻ്റെ പേരൊക്കെ ഇട്ടിട്ടുണ്ട്, അവിടുന്ന് പറഞ്ഞുതരാം അല്ലേ? പോവാ. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു അയൽവക്കത്ത് ഒരു ട്രഡീഷണൽ വീടാണ്. അപ്പോൾ ആ ട്രഡീഷണൽ വീടിൻ്റെ അവിടുന്ന് ഷൂട്ട് ചെയ്യാച്ചിട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാ ഇളവൻ മഠം. ഓക്കെ, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. ചക്കരയുടെ കല്യാണ ഷൂട്ടൊക്കെ നമ്മൾ ഇവിടെ നിന്നായിട്ട് ഷൂട്ട് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ബ്രാൻഡ് നമ്മൾ ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊരു ട്രഡീഷണൽ വീടാണ്, അത് പറ്റിയ ലൊക്കേഷനാണ്. ഇവിടെ നോക്കാം, വണ്ടി വരുന്നുണ്ട്, വണ്ടി വരും കേട്ടോ. എന്നാൽ അതൊക്കെ മുതലാളി ഇപ്പോൾ ഇതൊക്കെ ഇറക്കാൻ കൂടൂലേ? ബ്രാൻഡ് നോക്കി നിൽക്കണം, സസ്പെൻസ് ആയിട്ട്. ഉമ്മ ഒന്ന് വായിക്കി. അതെന്തേ? ഇംഗ്ലീഷാണ് എഴുതിയിട്ടുള്ളത്, അതുകൊണ്ട് ഉമ്മാക്ക് വായിക്കാൻ അറിയുന്നത്. ആ ലേഖം നടക്കണമൊക്കെ നമ്മൾ ക്യാമറമാനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. ക്യാമറമാൻ വന്നിട്ട് ബാക്കി കാണാം. അങ്ങനെ ഗൈസ്, നമ്മുടെ ബ്രാൻഡ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകണം. എങ്ങനെ രാജു പരിപാടി? ഇങ്ങോട്ട് നടന്നു ഒന്ന് തുറന്നാൽ പോരെ? ആ ബാക്കിൽ ചളിയൊക്കെ അതാ തുടച്ചാണ്. അങ്ങനെ മതിയോ? റെഡി. എന്നാ അങ്ങനെ. അപ്പോൾ ഇവിടെ തന്നെ നടക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇവിടെ നിൽക്കുക. എന്നിട്ട് നമ്മുടെ പുതിയ ബ്രാൻഡ് ഫുള്ള് ഫ്ലോ ഉണ്ട്. ഇത് നമുക്ക് ആദ്യം ഇതാണ് ഹൈപ്പ് കിട്ടേണ്ടി. അപ്പൊ ഈ സാധനം നമുക്ക് എന്താക്കാം? ആ സാധനം അൽഹംദുലില്ലാ. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹവും കഷ്ടപ്പാടിന്റെ ഫലമാണ് കേട്ടോ ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യാൻ പോണത്. അപ്പൊ ഇതാണ് തുന്നി ഫാഷൻ. പേരെങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ ഇതാണ് തുന്നി ഫാഷൻ. ഈ തുന്നി ഫാഷന് നമ്മുടെ ബ്രാൻഡായിട്ടൊരു സാമ്യമുണ്ട്. എന്താണ്? നമ്മൾ ഓൺ സ്റ്റിച്ചിങ് ആണ്. അതായത് ഗൈസ്, നമ്മൾ ഓൺ സ്റ്റിച്ചിങ് ആണ്. നമ്മൾ ഈ ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോൾ ഇതുപോലെ ഡ്രസ്സിൻ്റെ ഒക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കോഴിക്കോട്ടു നിന്നും ഓരോ സ്ഥലത്തുനിന്ന് വീഡിയോ പ്രൊഡക്റ്റ് എടുത്തെങ്ങാണ്ട് വന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഇതും നോക്കിയപ്പോൾ നമ്മൾ അതിൻ്റെ മാർക്കറ്റ് നോക്കിയപ്പോൾ ആളുകൾക്ക് എങ്ങനെ പ്രൈസ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിൽ എങ്ങനെ കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമുക്കുള്ള 2 പാർട്ട്നേഴ്സ്, ഒരാൾ ഫാഷൻ ഡിസൈനിങ് പഠിച്ച ആളാണ്, ഒരാൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ A to Z കാര്യങ്ങൾ അറിയാം. അപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണ് എന്താണ് ഒരു സ്റ്റിച്ചിങ് യൂണിറ്റിൽ നമ്മുടെ ഓൺ പ്രൊഡക്റ്റിൽ നല്ല ക്വാളിറ്റിയോട് കൂടി എങ്ങനെ കസ്റ്റമേഴ്സിന് സാധനം കൊടുക്കുക എന്നുള്ളതാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഏത് ടൈപ്പാണ്? കാഷ്വൽ വെയേഴ്സ് ആണ്. അതായത് പെട്ടെന്ന് നമുക്ക് എവിടേക്ക് എന്തെങ്കിലും പ്രോഗ്രാമിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ പെരുന്നാൾ സീസണിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പാർട്ടി വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരുന്ന് പോകണമെന്നുണ്ടെങ്കിലും അല്ല നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾക്കൊരു മാള് പോകണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് വെയർ ചെയ്ത് പോകാൻ പറ്റിയ നല്ല അടിപൊളി കോഡ് സെറ്റ്, കുർത്തീസ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ എൻ്റെ കളക്ഷൻസും പാടൊന്ന് കാണിച്ചു തരാം, ഒന്ന് കണ്ടു. രാജു ആണ് വീഡിയോ എടുക്കുന്നത്. ശില്പ നമ്മുടെ കല്യാണം, ചക്രയുടെ കല്യാണമൊക്കെ ഷൂട്ട് ചെയ്ത ആളാണ്. ഇപ്പോൾ 2 കുട്ടികളായിട്ട് ഷൂട്ടിനെത്തിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രാൻഡ് ഇതാണ് ഗൈസ്. സ്മൈല് കൊടുത്തോ എൻ്റെ ഓൺ സ്ഥാപനമാണ്. അതിനനുസരിച്ച് കസ്റ്റമേഴ്സ് വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കണോ? ഫാഷൻ ഡിസൈനറായി. ഒരു കാല് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ വെക്ക്, എന്നാലാണ് ആ സാധനം. നെക്സ്റ്റ് ഡ്രസ്സാണ്, അതായത് ഇത് നമ്മുടെ തുന്നിയിൽ വരുന്ന നെക്സ്റ്റ് കോസ്റ്റ്യൂമാണ്. ഭയങ്കര കംഫർട്ടായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കിയേക്ക്, ഇപ്പോൾ സിനുട്ടനെ കണ്ടാൽ നല്ല അടിപൊളി കളറാണ്, വൈറ്റും അല്ല. അതായത് കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സാധനമാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് വൈബ് സാധനം കേട്ടോ. നമുക്ക് ഇതൊക്കെ നമ്മുടെ ഓൺ സ്റ്റിച്ചിങ് ആണ്. പുതിയ പാർട്ടി വെയർ ഡ്രസ്സിന് നമ്മൾ കുറ്റം പറയല്ലോ കേട്ടോ. പാർട്ടി വെയർ എടുത്തു കഴിഞ്ഞാൽ ഒരു പരിപാടിക്ക് ഇടും, അടുത്ത പരിപാടിക്ക് ഇവർ എന്താ പറയുക, ഈ ഡ്രസ്സ് ഞാൻ ആ പരിപാടിക്ക് ഇട്ടാണ്, അതുപോലെയൊക്കെ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി ഇതിട്ടില്ല വെച്ചിട്ട് അത്രയും വില കൊടുപ്പുള്ള സാധനങ്ങളോട് മാറ്റിയേക്കും. ഇതാകുമ്പോൾ പിന്നെ ആസ്പത്രിക്കാണെന്നുണ്ടെങ്കിലും കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും മാൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇനി ഏത് പരിപാടിക്കാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡ്രസ്സ് ഇടാനുള്ളതാണ്. എന്തെങ്കിലും നേരം വയ്യോ? അങ്ങനെ തുന്നിയുടെ അടുത്ത മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. ഇത് അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ്. ഇതൊക്കെ പക്ക കംഫേർട്ടാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഇടാൻ നല്ല സുഖമാണ്. അതായത് നിങ്ങൾ നോക്കി, കൈയാണെന്നുണ്ടെങ്കിലും കാലാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ ഭയങ്കര ലൂസ് ഫിറ്റ്. ഇത് ലാർജ് സൈസാണ് കേട്ടോ. തുന്നിയുടെ അടുത്ത ക്ലോത്ത് അല്ലേ? അയ്യവാ, ഇത് നല്ല പ്രീമിയം ലുക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നല്ല മാച്ചിങ് ഷാള് മാത്രം നിങ്ങൾ കൊടുത്താൽ മതി. ഓക്കെ, പെരുന്നാൾക്ക് എന്നല്ല ഏതൊരു ഫംഗ്ഷനും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഗൈസ്. വിഷു ആയിക്കോട്ടെ, ഓണം ആയിക്കോട്ടെ, ഏത് കാസ്റ്റുള്ള ആളുകൾക്കും സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയേഴ്സാണ്. അപ്പോൾ അതുപോലത്തെ ഒരു വെയേഴ്സാണ് നമ്മളും മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. ഓക്കെ ആണ് ലൈറ്റ് ആകാശ നീല സ്കൈ ബ്ലൂ വേറെ ക്ലോത്താണ്. ക്ലോത്ത് പലതരം ക്ലോത്ത് ഉണ്ട് കേട്ടോ. അതിൽ തന്നെ ലിനൻ വരുന്നുണ്ട്, പിന്നെ വേറൊരു ടൈപ്പ് ക്ലോത്ത് വരുന്നുണ്ട്. ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഇരിക്കുന്നത്. ഇനി ഇടാനുള്ള ഡ്രസ്സ് ഇതവിടെ ബ്ലൂ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ബ്രൗൺ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇടുന്നില്ല, ഇനിയിപ്പോൾ ഇത് മാത്രമേ ഇടുന്നുള്ളൂ. ബാക്കിയുള്ള വിഷയമൊക്കെ വരും ദിവസങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാവും. ഇനിയും നമുക്ക് മോഡൽസ് എത്താനുണ്ട്, അതായത് ഇനിയും വാഷ് ചെയ്ത് സാധനം എത്താനുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ തുന്നിയുടെ പുതിയ കളക്ഷൻസൊക്കെ നമ്മൾ കാണിക്കുന്നതാവും. ഇപ്പോൾ നിലവിൽ വന്ന 2 മോഡൽസാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചത്. ഭയങ്കര കംഫർട്ടായിട്ടും നല്ല ക്വാളിറ്റിയിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടപ്പെടും. മക്കൾ കാണുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കാഷ്വൽ ഡ്രസ്സ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ പർച്ചേസ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നമ്പറൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടുതൽ സ്റ്റോക്കില്ല, ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മൾ ഓൺ സ്റ്റിച്ചിങ് ആവുകൊണ്ട് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാദ്യം മാർക്കറ്റിൽ ഇറക്കി ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ കൂട്ടുള്ളൂ. അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ കുഞ്ഞിനെ കൊണ്ടോട്ടെ. അൽഹംദുലില്ല, അങ്ങനെ നമ്മുടെ ബ്രാഞ്ചിൻ്റെ ഓപ്പണിങ്ങും കാര്യങ്ങൾക്ക് ഒരു ലഘുവായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ലാത്ത നമ്മൾ ഓരോ ബ്രാൻഡുകൾ തുടങ്ങുമ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും ഒരിക്കലും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ സിനു ഒരു ഓൺട്രപ്രണർ, സിനുവിനും ഒരു ജോബ് എന്ന നിലക്ക്, സിനു മാത്രമല്ല സിനുവിൻ്റെ 2 കസിൻസും ഉണ്ട്. ഓൾറെഡി ഞാൻ രാവിലെ തന്നെ അതിൻ്റെ ഔട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഒരുപാട് ഓർഡറും കാര്യങ്ങളൊക്കെ ആകുന്നുണ്ട്. ഈവനിങ്ങിലാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ വൈകുന്നേരത്ത് യൂട്യൂബിലിടുന്നത്. കാരണം കുറച്ച് തിരക്ക് പെട്ടുപോയി, കാരണം അത്രയും ഓർഡറുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല പ്രതികരണമാണ് തുന്നി എന്ന ബ്രാൻഡിന് കിട്ടുന്നത്. പിന്നെ തുന്നിൻ്റെ ഒരു കാര്യം കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങാൻ വിചാരിച്ചപ്പോൾ പുറത്തുനിന്നൊക്കെ ഡ്രസ്സ് എടുത്ത് ഇപ്പോൾ സൂറത്തുനിന്ന് അവിടെ നിന്നൊക്കെ ഡ്രസ്സ് എടുത്ത് കൊടുന്ന് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നല്ല പ്രൈസിന് വിൽക്കേണ്ടി വരും. അത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ കിഡോപ്പ് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചാൽ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസും വേണം നൗഫൽ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് തുണി എടുത്തുങ്ങാണ്ട് നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആ ഒരു വഴിക്ക് നോക്കി നല്ല ക്വാളിറ്റിയിൽ നല്ല സ്റ്റിച്ചിങ്ങിൽ ഒരു 3-4 തവണ നമ്മൾ എന്താക്കിയിട്ടുണ്ട്. അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള 2-3 വട്ടം അടിച്ച് വന്നത് നമുക്ക് മൈന്യൂട്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഫൈനൽ എല്ലാ പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ടാണ്. അതായത് അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഔട്ട് ഈ ഒരു പൈസക്ക് നിങ്ങൾക്ക് എന്തായാലും വർത്താവും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ സിനു ഒരുപാട് ഹാപ്പിയാണ്, മൊത്തത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ എടുത്തതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ 2 ദിവസം മുന്നേ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഇപ്പോൾ ഔട്ട് ഇറക്കാൻ കാരണം എന്താ വെച്ചാൽ എടുത്ത ഫോട്ടോ സ്റ്റുഡിയോയിലായിരുന്നു. അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ട് വേണം അത് ഔട്ട് ഇറക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇൻഷാ അല്ലാഹ് നാളെ അടുത്ത ലോഡും കൂടി വരും. ലോഡല്ല, അടുത്ത കളക്ഷനും പാടെ വരുന്നുണ്ട്. ഒരുപാട് കളക്ഷനൊന്നുമില്ല, അടുത്ത കളക്ഷനും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ്വലായിട്ട് വേറെ ഇത് എങ്ങോട്ടും പോകാൻ പറ്റും. കംഫർട്ടാണ് ഏറ്റവും മെയിൻ. കംഫർട്ടായിട്ട് ഏത് ഏജിലേക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. ഇപ്പം നമ്മുടെ അടുത്തുള്ളത് M2 XL വരെയുള്ള സൈസാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ മുകൾക്കൊക്കെ ആക്കണം. കാരണം പുതിയൊരു ബ്രാഞ്ച് ഇറക്കുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ആവശ്യക്കാരുള്ളത് അതിൻ്റെ റിവ്യൂസ് എടുക്കുക എന്നുള്ളത് മെയിൻ അല്ല. നമുക്ക് ഒരുപാട് പീസ് അടിച്ച് വെക്കണതും ഒക്കെ നമുക്കൊന്നും നോക്കണ്ടല്ല. അപ്പോൾ എന്തായാലും XL-ന്, XXL-നും XXL-നൊക്കെ ആൾക്കാർ ഉണ്ട് എന്നുള്ളത് ഇന്ന് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റിൽ എന്തായാലും അതിനെക്കുറിച്ചൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ വേഗം സെലക്ട് ചെയ്തോളൂ. കാരണം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പെരുന്നാളിന് മുമ്പ് ഇറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റേത് വലിയ പെരുന്നാൾക്ക് ആവുള്ളൂ. അങ്ങനെ പെരുന്നാളിന് മുമ്പ് ഇറക്കാൻ വേണ്ടി ഉള്ള പീസ് നമ്മളെന്തായാലും അടിച്ചത് നല്ല രീതിക്ക് തന്നെ ഔട്ട് ഇറക്കാന്നുള്ള ഒരാഗ്രഹമായിരുന്നു. കാരണം ഒരുപാട് ദിവസമായിട്ട് നമ്മളിത് പറയണമുണ്ട്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കണമുണ്ട്. പക്ഷെ എല്ലാം നല്ലതായി എല്ലാം പെർഫെക്റ്റായി വരണമെങ്കിൽ എന്തായാലും അതിൻ്റെ ആയിട്ടുള്ള ടൈം ഉണ്ടല്ലോ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. ദാസാന്ന് പറഞ്ഞ മാതിരി ഒക്കെ പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഓർഡർ എടുക്കാനുള്ള നമ്പർ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇഷ്ടമുള്ള കളർ ഓൺലി വാട്സപ്പാണ്. പിന്നെ കൂടുതൽ അറിയണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ തുന്നി ഫാഷൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേജ് വരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളും. കാരണം കൂടുതൽ കളക്ഷൻസൊക്കെ അതിലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. മോഡൽസ് ഒന്ന് കണ്ടോളി, ഓർഡർ പെട്ടെന്ന് ചെയ്തോളി കേട്ടോ. ഇനി അഥവാ ഓർഡർ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് അപ്ഡേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നമ്മൾ കൂടെ കൂടിക്കോളി.